ഇതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചവിട്ടിയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം നഖം കൊള്ളത്തില്ല. നഖം ഉള്ളതുകൊണ്ട് ദേഹം മുറിയാം. പക്ഷെ ശരിക്കും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും ഇറങ്ങി ഓടാൻ നോക്കുക. പേടിച്ച വശക്കേടായിരിക്കും, പേടിച്ച് നല്ലപോലെ പേടിച്ചു സുഖിച്ച് കിടക്കും. അതായത് ഈ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള മുടികളാണ് ഈ പറിച്ചെടുത്ത് കാണുന്നത്. 1 മന്ത് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇയർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ തന്നെ ബാക്കില് അത്യാവശ്യം ജടയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഡീഷെഡ് ചെയ്യുക. ഗ്രൂം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫേസ് നമുക്ക് നോക്കാം. നനവെല്ലാം മാറ്റി ഇനിയാണ് നമ്മൾ ഷേപ്പിങ്ങിലോട്ട് പോകുന്നത്. ഇതാണ് ഇപ്പൊ ഇതിന്റെ ഫൈനൽ സ്റ്റേജ്. നമ്മൾ ഗ്രൂം ചെയ്ത് കഴിഞ്ഞു. ഇതേ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാത്ത ഒരു ഡോഗ് ആയതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഈ വരുന്നവരുടെ ആയാലും നമ്മുടെ വീട്ടിലുള്ളവരുടെ ആയാലും ദേഹത്തോട്ട് ചാടി കയറാനുള്ള ഒരു സ്വഭാവം കാണിക്കും. അപ്പോൾ ഇതിൻ്റെ നഖം വലിയ പ്രശ്നമാണ്. കണ്ടോ, നഖം ഉള്ളതുകൊണ്ട് ദേഹം മുറിയും. പക്ഷേ ശരിക്കും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും ദേഹം മുറിയുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇവനെ ഒന്ന് കൊണ്ടുപോയി നഖമൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി കൊണ്ടുവരാം. ഏയ് വണ്ടിക്കകത്ത് കാറിനകത്ത് കയറി അധികം യാത്ര ചെയ്തിട്ടില്ല, ചെറുതായിരുന്നപ്പോൾ മാത്രമേ കയറിയിട്ടുള്ളൂ. അപ്പോൾ അത് കയറുമെന്ന് അറിയത്തില്ല. വാ 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 വാ. കയറത്തില്ല കേട്ടോ, കയറത്തില്ല, പേടിയാ. ആ കയറിക്കോ, കയറിക്കോ കയറി ബ്രിട്ടോ, കയറിക്കോ 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 കയറിക്കോ. കയറത്തില്ല. ആ പേടിക്കണ്ട പേടിക്കണ്ട, ഇരുന്നോ ഇരുന്നു 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 ഇറങ്ങി ഓടാൻ നോക്കുക. ഇരുന്നു. ഈ കാണിച്ച ഗുണ്ടായിസം ഒന്നും ഒരു ഗുണ്ടായിസം അല്ലാന്ന് മനസ്സിലാകുന്ന രീതിയിൽ അവൻ പേടിച്ചിട്ടുണ്ട്. വൃത്തിയാക്കാനായിട്ട് കയറ്റുമ്പോൾ നമ്മൾ നഖമൊക്കെ ഒന്ന് വെട്ടി കുട്ടപ്പനാക്കാം. ഡാ കയറാം അങ്ങോട്ട്. വാ 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 വാ. ഞാൻ ബ്രിട്ടോ ഏതാണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, വൃത്തിയാക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടോ പേടിക്കണ്ട. നമ്മുടെ വീട്ടിലെ ഗുണ്ടയാ, പക്ഷെ എന്ത് ചെയ്യാൻ, ആള് വേറെ ആളുടെ കയ്യിലോട്ട് ചെന്നപ്പോഴത്തെ ആളെയും പേടിച്ചു പോയി. ബ്രിട്ടോ ആ ബ്രിട്ടോ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ട്. അതവന് നേരത്തെ അറിയാവുന്ന കാര്യം കൊണ്ട് കുഴപ്പമില്ല. ബ്രിട്ടോ സുന്ദരനാണോ. അത് തന്നെ നമ്മൾ പറഞ്ഞ സംഭവമാണ് ചെയ്യുന്നത്. നെയിൽ കട്ടിങ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സംഭവം കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ച് ഇരിക്കത്ത് പോലും ഇല്ല. ഇത് ബ്രിട്ടോ ഏതായാലും ചീകി വൃത്തിയാക്കോട്ടെ. ഇതിൻ്റെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള മുടിയൊക്കെയാണ് ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. തന്നെ നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. ബ്രോ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഇത് പ്രോപ്പർ കായംകുളം തന്നെയാണ്. ശരിക്കും ഈ ഗ്രൂം ചെയ്യേണ്ട ഒരു അത്യാവശ്യം എന്താണ്? അല്ല ഇപ്പൊ ഈ കാലിന്റെ നഖമൊക്കെ വെട്ടിയില്ലേ, ശരിക്കും അത് വെട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ ടൈലിട്ട റൂമിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കിടക്കുമ്പോൾ ഡോഗിന്റെ നെയില് കട്ടാവത്തില്ല, വളർന്ന് കയറിക്കൊണ്ടിരിക്കും. അത് തന്നെ റിട്ടേൺ വന്ന് എന്തുവാ കയ്യിൽ തന്നെ തിരിഞ്ഞ് കയറാനും. ശരി, ഇവിടുത്തെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടുണ്ടല്ലോ. ഇത് വെട്ടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും അരിക്ക് കയറിയിരിക്കോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അതില്ലാതാക്കാൻ വേണ്ടിയാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇതിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇയർ ക്ലീൻ ചെയ്യുക. ഇയറിനകത്തുള്ള അരിക്ക്, വാറ്റ്സ്, അതെല്ലാം ആവശ്യമില്ലാതിരിക്കുന്ന എല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണ് ഇപ്പൊ കണ്ടില്ലേ, ഇത്ര അരിക്ക് കണ്ടില്ലേ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പട്ടി വളർത്തുന്നവരാരും അങ്ങനെ ചെയ്യാറില്ല. 1 മന്ത് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇയർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ വീട്ടിലാണെങ്കിൽ ഇതിനുള്ള ഇത് പറ്റത്തില്ല, ഇങ്ങനെ ഇരുന്ന് തരത്തില്ല. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. ഇതാകുമ്പോ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇവര് 8 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള, അപ്പം ആ രീതിയിൽ അവര് കൈകാര്യം ചെയ്യും. അതെ അതെ. പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ഇത്രയും മനസ്സിലാവത്തില്ല, പക്ഷെ ഉള്ളില് നല്ല രീതിയിൽ വാറ്റ്സ് കാണും. അതിരുന്ന് ചെവിക്കകത്ത് ഇൻഫെക്ഷൻ ആയി ലൈഫ് സ്പാനെ ബാധിക്കും. ചെയ്യാത്ത ചെവിയും അതായത് ക്ലീൻ ചെയ്യാത്ത ചെവിയും ക്ലീൻ ചെയ്ത ചെവിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. നമ്മളൊന്നും കുളിപ്പിക്കുമ്പോൾ ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കല്ല. ചിലപ്പോൾ ഒന്ന് സോപ്പിട്ട് കഴുകിയിടാൻ ശ്രമിക്കുന്ന സമയത്ത് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ട രീതി. ഇങ്ങനെയാണ് ചെയ്യേണ്ടതല്ലേ? കോട്ടൺ വെച്ച് മെഡിസിൻ ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം പണി വളരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കുളിപ്പിക്കാൻ പോവാം. കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അളിയൻ പുതിയൊരു സ്ഥലത്തായതുകൊണ്ടുള്ള ഒരു പേടിയാണ് കേട്ടോ. ബ്രോ എന്തൊക്കെയാ ശരിക്കും നമ്മളിപ്പോ ഈ കുളിപ്പിക്കലിനകത്ത് ഉപയോഗിക്കുന്ന പരിപാടികൾ? ഇപ്പൊ നമ്മള് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈഡ്രയുടെ പ്രീമിയം ഷാമ്പു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരി. അപ്പം ഇപ്പൊ അവര് ഇടുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റനിങ് ഷാമ്പു ആ. ഇത് വൈറ്റ് ഡോഗ് ആയതുകൊണ്ട് വൈറ്റനിങ് ഷാമ്പു ഇട്ട് വൈറ്റ് കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കി നല്ല രീതിയിൽ ഇതാവും. അതിനകത്തുള്ള അരിക്ക് സ്റ്റെയിൻ എല്ലാം മാറ്റി സെറ്റ് ആക്കി എടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്.
ഇത് കഴിഞ്ഞിട്ട് നമ്മള് കണ്ടീഷണർ ബാത്ത് കൊടുക്കും. അങ്ങനെ ഇതിപ്പോ ഹെയർ കുറവായതുകൊണ്ട് നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ആവശ്യമുള്ളൂ. ഹെയർ കൂടുതലാണെങ്കിൽ മോയ്സ്ചറൈസിങ് ഷാമ്പു ഉണ്ട്, പിന്നെ അങ്ങനെ അനുസരിച്ച് ഷാമ്പുവിന്റെ തീരുമാനിക്കുന്നത്. ശരി പേടിച്ചിരിക്കുകയാണോ അതോ മര്യാദക്കാരായിട്ടിരിക്കുകയാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അത് ബ്രിട്ടോ ഇവിടെ കുളിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അത് വേറൊരു ഡോഗ് ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ കിടന്നോടാ. അയ്യോ ഓക്കെ. ഇതിനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനിപ്പോ ചെയ്യാൻ പോകുന്നത് ഇത് ഒരു 3 മാസമായ പപ്പിയാ. അപ്പം ജസ്റ്റ് ഹെയർ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യുക, ഫേസ് ഷേപ്പ് ചെയ്യുക. ഇപ്പൊ ഇതിന് ഇപ്പൊ തന്നെ ബാക്കില് അത്യാവശ്യം ജടയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഡീഷെഡ് ചെയ്യുക. ജടയൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും ഇതിനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവര് വളർത്താതിരിക്കുന്നതല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ഷോർട്ട് ചെയ്ത് ഗ്രൂം ചെയ്ത് വളർത്തുക. അപ്പം ജട പിടിക്കാതെ നിൽക്കല്ലേ. ശരിക്കും ഇതിപ്പം മുഖമൊക്കെ ഇപ്പൊ വൃത്തിയാക്കേണ്ടി വരും. ഇപ്പൊ മുഖത്ത് മൊത്തം സ്റ്റെയിനും കാര്യങ്ങളൊക്കെ, കണ്ണീന്നുള്ള പീള എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ അഴുക്കായിട്ടിരിക്കും കേട്ടോ. ഇവനെ നമുക്ക് ഇനി വൃത്തിയാക്കി എടുക്കാം. എന്താ ഇപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത്? ആദ്യം ഡീഷെഡിങ്, ജടയെല്ലാം കട്ട് ചെയ്തോ? ജട കട്ട് ചെയ്യുക, പിന്നെ ദേഹത്തുനിന്ന് പോവാനുള്ള ഹെയർ എല്ലാം ഡീഷെഡ് ചെയ്ത് കളയാം. അതാണ് കോമ്പിങ്. ഓക്കെ. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രൈ ചെയ്യുക. ശരിക്കും ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അതെ അതെ, ഇത് അത്യാവശ്യമായിട്ട്. കുളിയും കഴിഞ്ഞ് അതിനെ ഉണക്കിയല്ലേ? ശരിക്കും ഇത് ഉണക്കേണ്ടത് അത്യാവശ്യം. അല്ലെങ്കിൽ നനവൊക്കെ ഈർപ്പം തട്ടി നിന്ന് ഇതിപ്പോ ഹെയർ ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഷിറ്റ്സു പോലുള്ള ബ്രീഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡ്രൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ ഹെയർ ഇൻഫെക്ഷൻ ആവാനും എല്ലാം സാധ്യതയുള്ള. ഇത് ഇപ്പൊ ഈ മുടി കട്ട് ചെയ്യുന്ന ഈ എക്സസൈസ് ആയിട്ടുള്ള ഹെയർ എല്ലാം ഹെയർ കുറവാണ്. ഹെയർ നമ്മള് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളി കേട്ടോ, സ്മൂത്ത് എന്ന് പറയാ. ഓ രക്ഷയില്ല. കണ്ടീഷണറിന്റെയും ഷാമ്പൂവിന്റെയും നമ്മൾ അതേപോലെയുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ശരിക്കും എത്ര ദിവസം കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഗ്രൂം ചെയ്യണമെന്നാണ് നിങ്ങൾ ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഇത് ചെയ്യണം അല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ് ഇതുപോലെ അടിപൊളിയായിട്ടിരിക്കും. ഇപ്പൊ ചെവിയില് എക്സസൈസ് ആയിട്ട് നിൽക്കുന്ന ഹെയർ ഒക്കെ കട്ട് ചെയ്താണല്ലേ? ബ്രിട്ടോ, നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണ്? നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ഗ്രൂമിംഗ് ആണ്. ശരിക്കും ഞാൻ ഇവനെ കൊണ്ടുവരാനായിട്ട് അത് വണ്ടിക്കകത്ത് കയറ്റാൻ കുറെ കഷ്ടപ്പെട്ടാണ് കയറ്റി കൊണ്ടുവന്നത്. ശരിക്കും അങ്ങനെ ഇപ്പൊ വീട്ടിലൊക്കെ ആൾക്കാരില്ലാത്തവരാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നമ്മള് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവര് നമ്മൾ വീട്ടിൽ പോയി ഡോഗിനെ എടുത്ത് ക്യാറ്റാണെങ്കിലും നമ്മൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഗ്രൂം ചെയ്ത് തിരിച്ചു കൊണ്ടുകൊടുക്കും. അതായത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ പോയി എടുത്തോണ്ട് വന്ന് നീ എത്ര കുഴപ്പക്കാരായിട്ടുള്ള ഡോഗ്സ് ആണെങ്കിലും കാറ്റ്സ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല. കടിക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പോയി വീട്ടിൽ പോയി എടുത്തോണ്ട് വന്ന് അടിപൊളിയാക്കി ഇതുപോലെ ആക്കി തരും. ബ്രിട്ടോ എടാ ഹാപ്പി അല്ലേ? അപ്പൊ നമ്മുടെ ഗ്രൂമിംഗ് സെന്ററിന്റെ പേര് പറഞ്ഞില്ല? നമ്മുടെ ഹാപ്പി ടെയിൽ. ഓക്കെ, ഹാപ്പി ടെയിൽ. അപ്പൊ ബ്രിട്ടോ ഈ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന പോലെ ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റും. എടാ ഇങ്ങോട്ട് നോക്കിയേ ബ്രിട്ടോ. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള ജടയൊക്കെ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് എല്ലാം കട്ട് ചെയ്ത് സ്മൂത്ത് ആയിട്ട് കിട്ടുമല്ലേ? സ്മൂത്ത് ആയിട്ട്. ഇപ്പം ജട എന്താ ബ്രഷ് ചെയ്യാതിരുന്ന് ബാക്കിലൊക്കെ അത്യാവശ്യം ജട. ശരിക്കും ഇങ്ങനെയുള്ള ഡോഗ്സിന് നമ്മൾ എത്ര ദിവസം കൂടുമ്പോൾ ബ്രഷ് ചെയ്യണം? ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ അതിന് വേണ്ടി ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യാൻ ഒരു ക്ഷമ വേണം. ബാക്ക് സൈഡ് എല്ലാം നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അല്ലാതുള്ളവരാണെങ്കിൽ ഹെയർ ഷോർട്ട് ചെയ്ത് നിർത്തുക. കട്ട് ചെയ്ത് നിർത്തും. പക്ഷെ കട്ട് ചെയ്ത് നിർത്തുമ്പോഴത്തെ ഈ ഒരു ഭംഗി ചിലപ്പോൾ കിട്ടത്തില്ല. അതൊരു പെറ്റായിട്ട് വളർത്താന്നല്ല. ഈ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും വേണം. നല്ല കട്ടിയുള്ള ജടയാ ബാക്കില്, നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ടല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വൈറ്റനിങ് ഷാമ്പു ആണ് ഇതിന് ഇട്ടേക്കുന്നത്. ഇതിന് മുഖത്തിന്റെ കണ്ണിന്റെ സൈഡിലുള്ള സ്റ്റെയിന്, കയ്യിലുള്ള വൈറ്റ് കളറിലുള്ള സ്റ്റെയിന്, അതൊക്കെ പോകാനായിട്ടുള്ള ഫുഡ് കഴിച്ചതിന്റെ അതൊക്കെ പോകാനായിട്ടുള്ള പരിപാടിയാണ്. ശരിക്കും ഇത്രേ ഉള്ളൂ. ഈ ഷിസു എന്ന് പറഞ്ഞ ഡോഗ് നനഞ്ഞു കഴിയുമ്പോൾ ഒരു ബലത്തിലായി നിൽക്കുന്നത്. ഇവിടെ നോക്കിയേ, ശരിക്കും എന്റെ മൂന്നുണ്ട്. ഇത്രേ ഉള്ളു സംഭവം. ശരിക്കും രോമം നിൽക്കുമ്പോഴുള്ള ഭംഗിയാണ് ഇതിന്റെ. ശരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവര് ചെയ്യാതിരിക്കുക. അത് അല്ലെങ്കിൽ ഇതുപോലെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കണം കറക്റ്റ് ആയിട്ട്. ഡ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഫേസിലേക്ക് നനവെല്ലാം മാറ്റി ഇനിയാണ് നമ്മൾ ഷേപ്പിങ്ങിലോട്ട് ഹെയർ കട്ടിങ്ങിലോട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ്. ഷിറ്റ്സുവിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ കണ്ണിലോട്ട് കൂടെ കിടന്നിട്ട് കണ്ണിൽ കൊള്ളുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പീളയടിയ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ആയിട്ടുള്ള ഹെയർ എല്ലാം കണ്ണിലോട്ട് നിൽക്കുന്നത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരിക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലേ കണ്ണിൽ കൊള്ളും. നമ്മൾ വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്നും തരുന്നില്ല. അതെ ഇവരുടെ അടുത്ത് കൂളായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ടല്ലേ. എത്ര അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ് ആണെങ്കിലും നല്ല കൂളായിട്ട് ഇരുന്ന് കൊടുക്കും. ഇപ്പം വന്ന സമയത്ത് ഭയങ്കര ഒരു കടി പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് ഉപദ്രവിക്കത്തൊന്നുമില്ല. കറക്റ്റായിട്ട് ഇവരെ ഡീൽ ചെയ്യാൻ അറിയാവുന്ന പണിക്കാരനുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും.
आपका नाम ആകാശ്. ആകാശ് എന്നാ പുള്ളിയുടെ പേര്. ഇതാണ് ഇപ്പൊ ഇതിന്റെ ഫൈനൽ സ്റ്റേജ്. നമ്മൾ ഗ്രൂം ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞു. ഇപ്പൊ ഇനി ആഹാരം കഴിച്ചാലൊന്നും അങ്ങനെ മുഖത്താകത്തൊന്നുമില്ല അല്ലേ? അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ണീന്ന് അഴുക്ക് വന്നാൽ പോലും ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കി കണ്ടാ, കണ്ണീന്ന് അഴുക്ക് വന്നാൽ പോലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ശരിക്കും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കയ്യിലൊന്നും ഒരുപാട് സ്റ്റെയിൻ ഒന്നും ആവാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഇതുപോലെ നിർത്താൻ പറ്റും നമുക്ക്. ഞങ്ങളിത് വന്നതുപോലെ അല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കുളിച്ച് വൃത്തിയായി. ഇതാണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചവിട്ടിയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം നാവും കൊള്ളത്തില്ല. അപ്പൊ ഞങ്ങള് ഹാപ്പി ആയിട്ട് പോവാ. അതാണ്ടാ, നീ ഇനി എത്രയൊക്കെ പിടിച്ചാലും നിന്റെ നാവും കൊള്ളത്തില്ല. കണ്ടോ, ഇത് ചവിട്ടാലൊക്കെ ശ്രമിക്കുക, പക്ഷെ എന്റെ കഴുത്തിനിട്ട് നോക്കിയിട്ട് വരെ മുറിയത്തില്ലെന്ന് നമുക്ക് അത്ര ഉറപ്പുണ്ട്, കാരണം വെടിപ്പായിട്ട് എടുത്തിട്ടുണ്ട് നമ്മള്. അയ്യോ, പക്ഷെ ബ്രിട്ടോ പേടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. പോയേക്കാം 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 പോയേക്കാം. കണ്ട ഹാപ്പി ടൈലിൽ വന്നിട്ട് ഹാപ്പി ആയിട്ടാ പോകുന്നത്. പോയേക്കാം.